ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രേണുസുതി. നിരവധി ചർച്ചകളും വിവാദങ്ങളിലൂടെയൊക്കെയാണ് രേണുസുതി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഞാൻ രേണുസുതിക്കൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. അവർ വളരെയധികം ഒരു ബോൾഡായിട്ടുള്ള ലേഡിയാണ്. അവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ഒരു സ്ത്രീ എന്ന നിലക്ക് എൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ചിലർക്ക് എന്നെ പൊങ്കാലിടാൻ തോന്നുമായിരിക്കാം, ആയിക്കോട്ടെ, അത് നടന്നോട്ടെ. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ രേണുവിൻ്റെ അടുത്ത ദിവസം ഞാനൊരു ഫോൺ സംഭാഷണം കേട്ടു. അതിൽ വളരെ മോശമായിട്ട് രേണുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യം, നിങ്ങൾക്ക് തൊഴിലുറപ്പിനെങ്കിലും പോയി ജീവിച്ചുകൂടെ എന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, തൊഴിലുറപ്പിന് പോകണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകണോ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് ഒരാൾ പറഞ്ഞ് ചെയ്യിക്കണ്ട. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരും ആ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണമോ, ഒരു നേരത്തെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കുമോ, ഈ ഞാൻ ഉൾപ്പെടെ ഒന്നും അവരെ സഹായിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് കാര്യത്തിനാണ് ആ ഒരു പണി? വൃത്തികേടൊന്നുമായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ആദ്യ കാലങ്ങളിൽ പുള്ളിക്കാരത്ത് ചെയ്ത റീൽസിലൊക്കെ കുറച്ച് അത്ര വലിയ സുഖമായിരുന്നില്ല അത് ചെയ്തത്. അത് പക്ഷെ പിന്നീട് അത് ശരിയായി, അത് റെഡിയായി കൊണ്ടുവരും. അവർ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് വരുന്നത്. ഇപ്പം രേണുവിന്റെ ഈ അടുത്തിറങ്ങിയ റീൽസിനെ കുറിച്ചൊക്കെയാണ് എല്ലാവരും വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. അത് അവരുടേതായ അവകാശമല്ലേ, അത് അവർ ചെയ്തോട്ടെ. അവരുടെ വഴിക്ക് വിട്. അവർ പോകുന്ന വഴിക്കും അവർ നടക്കുന്ന വഴികളിലും അവരെ ശല്യം ചെയ്യാതിരുന്നാൽ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ അതിര് കടന്നു പോകുമ്പോഴല്ലേ അവർക്കും ഒരു ബുദ്ധിമുട്ട്. നമുക്ക് അവരെ കാര്യങ്ങൾ അറിയാം, അവർ ചെയ്യുന്നു, രക്ഷപ്പെടുന്നു, അവർ വേറെ വൃത്തി ചെയ്യുന്നില്ല. ഇതിലൂടെ അവർ നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അവർ തന്നെ പറഞ്ഞു, രേണു പണിയെടുത്താലാണ് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. കിച്ചുവിന്റെ കാര്യത്തിലാണേലും പിന്നെ അച്ഛനും അമ്മയുടെ കാര്യത്തിലായാലും എല്ലാവരുടെയും കാര്യത്തിൽ അവർ ആ ആള് പണിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരുടെ പുറകെ പോയി അവരെ ശല്യം ചെയ്യാതെ നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു നോക്ക്. അതല്ല നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ, രേണു നാളെ മുതൽ ജോലിക്ക് പോകണ്ട, രേണുവിന്റെ ചെലവും വീട്ടുകാരുടെ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ ഒരാളുണ്ട? ഇല്ലല്ലോ. അവർക്ക് മുന്നോട്ട് പോകണം. പിന്നെ അവരെ സഹായിക്കാൻ ഒരുപാട് വന്നു. അത് ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യമായിട്ട് അവർ പറഞ്ഞായിരുന്നു, ജോലി ആരും ഓഫർ ചെയ്തു. അത് പക്ഷെ അവർ പഠിച്ച ഇത് വെച്ചിട്ട് അവർ പഠിച്ചത് അക്കൗണ്ടൻസി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി. അതല്ലേ നല്ലത്. അറിയാൻ പറ്റാത്ത പണിയിലോട്ട് പോകുന്നതിലും നല്ലത് നമുക്ക് അറിയുന്ന കാര്യം ചെറിയതായിട്ട് നാടകത്തിൽ അഭിനയിച്ച ഇതൊക്കെ ഉള്ളു പുള്ളിക്ക്. അതിൽ നിന്ന് അവർ ഇമ്പ്രൂവ് ആയിപ്പോൾ വരുന്നുണ്ട്. ഒത്തിരി പേര്, നല്ല പേര് അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ അവർ ജീവിച്ചു പോയിക്കോട്ടെ. അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ പോരെ. എന്തിനാണ് ആ പാവം പിടിച്ച രേണുവിന്റെ പുറകെ പോകുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. പക്ഷെ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നും രേണുസുതിക്കൊപ്പം. താങ്ക് യു.